ശ്രീ റോണി കെ ബേബി, ഇപ്പോൾ ഒരാഴ്ച തികഞ്ഞിട്ടില്ല. അതിനു മുമ്പേ തന്നെ ഈ വ്യാജ ബാർകോഴ ആരോപണം പൊളിഞ്ഞു വീഴുന്ന ഒരു കാഴ്ച നമ്മൾ കാണുകയാണ്. ഒരു വാട്സപ്പിൽ വന്ന ഒരു ശബ്ദരേഖയെ ചൊല്ലിയാണല്ലോ ഇത്രയധികം വലിയ കോലാഹലങ്ങൾ സർക്കാരിനെതിരെ പടച്ചുവിട്ടത്. 20 കോടിയുടെ അഴിമതി ആരോപണമൊക്കെ ഉന്നയിക്കുന്ന ഒരു ഘട്ടമുണ്ടായി. അത് മാധ്യമങ്ങൾ ചില വാർത്തകൾ പുറത്തു കൊണ്ടുവരികയാണ്. അതിൻ്റെ തൊട്ടുപുറകെ പ്രതിപക്ഷ നേതാവ് ഇത് ഏറ്റുപിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. മാധ്യമങ്ങളുടെ നിലപാടൊക്കെ അവിടെ നിൽക്കട്ടെ, പക്ഷേ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന ആൾക്കൊരു വിശ്വാസ്യതയില്ലേ? ഇങ്ങനെ ഒരു വലിയ ആരോപണം വരുമ്പോൾ ഇത് സർക്കാരിനെ അടിക്കാൻ മാത്രമുള്ള ഒരു ആയുധമായി കാണാതെ ഇതിൻ്റെ ഒരു നിജസ്ഥിതി ബോധ്യപ്പെട്ടിട്ട് വേണ്ടേ ഇത്തരത്തിൽ വലിയൊരു ആരോപണം സർക്കാരിനെതിരെ ഉന്നയിക്കാൻ? ഒരാഴ്ചയുടെ പോലും ആയുസില്ലാതെ ഈ ബാർകോഴ ആരോപണം, ഈ വ്യാജ ബാർകോഴ ആരോപണം പൊളിഞ്ഞു വീഴുകയാണ്. പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു കെടുകാര്യസ്ഥത അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു പക്വതയില്ലായ്മ ഒക്കെയാണ് ഇപ്പോൾ വലിയ വിമർശനമായി ഭരണപക്ഷം ഉയർത്തുന്നത്. ശ്രീ റോണി കെ ബേബി, ശ്രീ VPP മുസ്തഫ നടത്തിയ സാരോപദേശ പ്രസംഗം ഞാൻ വളരെ കൗതുകത്തോടുകൂടി കേൾക്കുകയായിരുന്നു. രാഷ്ട്രീയ ധാർമ്മികതയെക്കുറിച്ചും രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ സംശുദ്ധിയെക്കുറിച്ചും ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ രാഷ്ട്രീയ നേതാക്കൾ പുലർത്തേണ്ട മാന്യതയെക്കുറിച്ചും ഒക്കെ അദ്ദേഹം സംസാരിക്കുന്നത് ഞാൻ കേട്ടു. എന്റെ ഓർമ്മയിലേക്ക് വന്നത് സോളാർ സമരകാലത്തും അന്ന് ബാർ അഴിമതി ആരോപണ വിഷയത്തിലും CPM-ന്റെ ഒക്കെ നേതാക്കന്മാർ നടത്തിയ പ്രസ്താവനകളും നിയമസഭയിൽ ഉൾപ്പെടെ VS അച്യുതാനന്ദനൊക്കെ നടത്തിയ പ്രസ്താവനകളാണ് എന്റെ ഓർമ്മയിലേക്ക് വന്നത്. അപ്പോൾ CPM-ന് ഇങ്ങനെ ഒരു സാരോപദേശ പ്രസംഗം നടത്തുവാൻ, ധാർമ്മികത കാത്തു സൂക്ഷിക്കണമെന്ന് കോൺഗ്രസിനെ UDF-നെ ഉപദേശിക്കുവാൻ എന്ത് ധാർമ്മികമായ അവകാശമാണ് ഉള്ളത് എന്നത് അവിടെ നിൽക്കട്ടെ. രണ്ടാമത്തെ കാര്യം, ശ്രീ VD സതീശൻ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അദ്ദേഹം പ്രവർത്തിക്കുന്നത് പിണറായി വിജയന്റെ സൗകര്യത്തിലോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഔദാര്യത്തിലോ അല്ല. പിണറായി വിജയൻ സർക്കാരിന്റെയോ LDF സർക്കാരിന്റെ ഔദാര്യത്തിലല്ല. ഇന്ത്യയുടെ ഭരണഘടന അദ്ദേഹത്തിന് നൽകിയ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന പദവിയിൽ നിന്നുകൊണ്ടാണ്. ഇപ്പോൾ സർക്കാരിന്റെ ശ്രീ റോണി കെ ബേബി, ആ പദവിയിൽ നിൽക്കുമ്പോൾ ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. അദ്ദേഹം ഈ സംസ്ഥാനത്തിന്റെ ഖജനാവിൽ നിന്നുള്ള പണം ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ ജീവിച്ചു പോകുന്നത്. സ്വാഭാവികമായും ജനങ്ങളോട് ഉത്തരവാദിത്തമുള്ള ഒരു ആൾ തന്നെയാണ് സംസ്ഥാനത്തിന്റെ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത്. ആ പ്രതിപക്ഷ നേതാവ് നേരത്തെ ഉന്നയിച്ച ആരോപണം നോക്കൂ. അനിമോന്റെ ശബ്ദരേഖ അവിടെ നിൽക്കട്ടെ. അതിന് ശേഷം ഈ ടൂറിസം ഡയറക്ടറുമായി ബന്ധപ്പെട്ട് ടൂറിസം ഡയറക്ടറാണോ മദ്യനയം തീരുമാനിക്കുന്നത് എന്നൊക്കെ രീതിയിൽ അദ്ദേഹം വിടുവായത്തം വിളമ്പുകയില്ലേ യഥാർത്ഥത്തിൽ ചെയ്തത്? അങ്ങനെയെങ്കിൽ 2015 ഉണ്ടായ ഇത്തരത്തിലൊരു യോഗത്തിന്റെ രേഖകളാണല്ലോ പുറത്തു വന്നിരിക്കുന്നത്. ടൂറിസം തൊഴിൽ മേഖലയിൽ മദ്യനയം സൃഷ്ടിച്ച തിരിച്ചടികൾ എന്ന വിഷയമാണ് നിയമസഭയിൽ ഒരു ചോദ്യമായി ഉയർന്നു വന്നത്. അതിൽ ടൂറിസം സെക്രട്ടറിയുടെ കൂടി, ടൂറിസത്തിന്റെ ചുമതലയുള്ള വകുപ്പ് സെക്രട്ടറിയുടെ നിർദ്ദേശങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ആ സർക്കാർ അക്കാലത്ത് മദ്യനയം രൂപീകരിക്കുന്നത്. അത് മറച്ചു വെച്ചുകൊണ്ട് ഇവിടെ ദുരുപദിഷ്ടമായ രീതിയിൽ ദുഷ്ടലാക്കോടുകൂടി ഇവിടെ ടൂറിസം വകുപ്പിന് അല്ലെങ്കിൽ ടൂറിസം സെക്രട്ടറിക്ക് എന്ത് കാര്യമെന്നൊക്കെ പറയുമ്പോൾ അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി മറുപക്ഷത്തും ഉണ്ടാകുമല്ലോ ശ്രീ റോണി കെ ബേബി. തീർച്ചയായിട്ടും നീലിമ, ഞാൻ നീലിമ ചോദിച്ച ചോദ്യത്തിലേക്ക് കൃത്യമായി തന്നെ ഞാൻ ഉത്തരം പറയാം. നീലിമ ആദ്യം ഇൻട്രോയിൽ പറഞ്ഞു ഈ ബാർ അഴിമതി കേസ് അല്ല, ഈ ആരോപണ കേസ് അത് പത്രത്തിന്റെ ഒക്കെ വാർത്തകളിൽ നിന്നും പെട്ടെന്ന് അപ്രത്യക്ഷമായി. അതിന് അത്രയോ വാർത്താ പ്രാധാന്യമേ ഉള്ളൂ. നീലിമയ്ക്കറിയാം, ഇന്ന് കൈരളി ഒഴികെ മറ്റു മാധ്യമങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നത് അബുദാബി കൊമേഴ്സ്യൽ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട വലിയ അതീവ ഗുരുതരമായ ഒരു ആരോപണം വന്നപ്പോൾ സ്വാഭാവികമായും ഈ ബാർ അഴിമതി ആരോപണം അത് രണ്ടാം നിരയിലേക്ക് പോയി. അത് അവിടെ നിൽക്കട്ടെ. ഇനി നീലും എന്നോട് ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. എന്താണ് 2015 അന്നത്തെ എക്സൈസ് മന്ത്രിയായിരുന്ന ബഹുമാനപ്പെട്ട ശ്രീ K. ബാബു നിയമസഭയിൽ നൽകിയ മറുപടി? സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ വ്യവസായ വകുപ്പ്, അതുപോലെ തന്നെ ഈ പറയുന്ന തൊഴിൽ വകുപ്പ്, ടൂറിസം വകുപ്പ്, 3 വകുപ്പുകളുടെ സെക്രട്ടറിമാരടങ്ങിയ ഒരു കമ്മിറ്റിയെ നിയോഗിച്ചു. എന്തിനാണ്? പഞ്ചവത്സര ഹോട്ടലുകൾക്ക് മാത്രമായി ബാർ ലൈസൻസ് അനുവദിച്ചപ്പോൾ അതുണ്ടാക്കിയ പ്രത്യാഘാതങ്ങളെ കുറിച്ച് റിപ്പോർട്ട് നൽകാൻ. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ ബിയർ വൈൻ പാർലറുകൾ അനുവദിക്കാൻ തീരുമാനിച്ചത്. ഞങ്ങളത് മറച്ചു വെച്ചിട്ടില്ലല്ലോ. കൃത്യമായി തന്നെ അന്നത്തെ എക്സൈസ് മന്ത്രിയായിരുന്ന ടൂറിസം സെക്രട്ടറിക്ക് ഈ മദ്യനയം തീരുമാനിക്കുന്നതിൽ എന്ത് കാര്യമെന്നാണ് പ്രതിപക്ഷ നേതാവ് ചോദിച്ചത്? നിങ്ങളുടെ കാലത്തും ഈ ടൂറിസം സെക്രട്ടറി തന്നെയല്ലേ? ആള് മാറുന്നു എന്നല്ലേ ഉള്ളൂ, പദവികൾ മാറുന്നില്ലല്ലോ. ആ പൊസിഷനിലിരിക്കുന്ന ഒരാൾ പങ്കെടുത്ത യോഗത്തിൽ തന്നെയാണ് ഈ പറഞ്ഞതുപോലെ ബിയർ വൈൻ പാർലറുകൾക്ക് അനുമതി നൽകുന്ന തരത്തിൽ മദ്യനയം മാറ്റപ്പെടുന്നത്. പക്ഷേ ഇവിടെ യോഗം നടന്നത് മറ്റൊരു കോണ്ടെക്സ്റ്റിലാണ്. അതിലേക്ക് ഞാൻ വരാം.
ഇല്ല എനിക്ക് ഉത്തരം പറയാൻ അനുവദിക്കുക. എന്നോട് ചോദ്യം മാത്രം ചോദിക്കുക, എനിക്ക് മറുപടി പറയാൻ അനുവദിക്കാതിരിക്കാൻ ചെയ്യുന്നത് എന്താ? ഇവിടെ ഇന്ന് പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ ഉന്നയിച്ച ആരോപണം എന്താ? ഇവിടെ അബ്കാരി നയം തീരുമാനിക്കുമ്പോൾ സ്വാഭാവികമായും ഇവിടെ എക്സൈസ് മന്ത്രിക്കും എക്സൈസ് വകുപ്പിനും ഒരു റോൾ ഉണ്ടാവണം. അങ്ങനെ ഒരു റോള് ഇവിടുത്തെ ഈ മദ്യ നയവുമായി ബന്ധപ്പെട്ട ചർച്ചയിലുണ്ടോ? ഞാൻ ഒറ്റ ഉദാഹരണം, ഈ വർഷം മാത്രം ഈ 2024 ജനുവരി തൊട്ട് 3 സുപ്രധാന യോഗങ്ങൾ ഗവൺമെന്റ് തലത്തിൽ ചേർന്നു. അതിൽ 2 യോഗങ്ങൾ വിളിച്ചു ചേർത്തത് ചീഫ് സെക്രട്ടറിയാണ്. ഒന്നാമത്തെ യോഗം എന്ന് പറയുന്നത് ജനുവരി 4-ാം തീയതി, രണ്ടാമത്തെ യോഗം എന്ന് പറയുന്നത് മാർച്ച് 1-ാം തീയതി. ഈ 2 യോഗങ്ങളിലും ഈ അബ്കാരി നയം തിരുത്തണമെന്ന് രേഖാമൂലം ആവശ്യപ്പെടുന്നത് ടൂറിസം വകുപ്പ് സെക്രട്ടറിയാണ്. അവിടെ ഈ പറയുന്ന എക്സൈസ് വകുപ്പിന് റോളുമില്ല, എക്സൈസ് വകുപ്പ് സെക്രട്ടറിക്ക് ഒരു നിർദ്ദേശവുമില്ല. ഇനി കൃത്യമായി പറയാം, ഇപ്പോൾ വിവാദമായിരിക്കുന്ന വിഷയത്തിൽ മെയ് മാസം 21-ാം തീയതി ഇവിടെ VPP മുസ്തഫ കൃത്യമായി തന്നെ പറഞ്ഞു, ഇവിടെ യോഗം വിളിച്ചു ചേർത്തു. ബാർ ഉടമകൾ ഉൾപ്പെടെയുള്ള ആളുകളുമായി യോഗം വിളിച്ചു ചേർത്തു. ആ യോഗത്തിൽ ചർച്ച ചെയ്ത അതിന്റെ അജണ്ടയുടെ ടോപ്പിക് എന്തായിരുന്നു? അബ്കാരി പോളിസി റിവ്യൂ. അബ്കാരി പോളിസി റിവ്യൂ ചർച്ച ചെയ്യുവാൻ യോഗം വിളിക്കേണ്ടത് ടൂറിസം വകുപ്പ് സെക്രട്ടറി ആണോ? ആ യോഗത്തിന് ശേഷമാണ് 3 ദിവസത്തിന് ശേഷം ഇവിടെ ബാർ ഉടമകൾ ചേർന്ന് സംസ്ഥാന യോഗം ചേർന്ന് അതിന്റെ അകത്തു നിന്നുമുള്ള ഓഡിയോ ക്ലിപ്പാണ് ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ക്രൈംബ്രാഞ്ച് ക്ലീൻ ചിറ്റ് നൽകി. ക്രൈംബ്രാഞ്ച് ഇതിന്റെ ഈ ആരോപണപരമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കണ്ടിട്ടില്ല. ക്രൈംബ്രാഞ്ച് ഇത് പറഞ്ഞിട്ടുണ്ടെന്ന് ഫയൽ ക്ലോസ് ചെയ്തിട്ടില്ല. ആവശ്യമെങ്കിൽ ഇതിന്റെ ഗൂഢാലോചന ഏതാ? ഈ വോയിസ് ക്ലിപ്പ് ചോർന്നതാണ് ഇവിടുത്തെ CPM-നും LDF സർക്കാരിന്റെ വിഷയം. അല്ലാതെ ഉയർന്ന ആരോപണമല്ല. ഈ ആരോപണത്തെ കുറിച്ച് കൃത്യമായ ഒരു മറുപടി പോലും പറയാനായിട്ട് അല്ല, പണപ്പിരിവ് നടന്നിട്ടില്ല എന്ന് ക്രൈംബ്രാഞ്ച് വളരെ കൃത്യമായ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇവിടെ ശബ്ദരേഖ ചോർന്നതൊന്നുമല്ല സർക്കാരിന്റെ വിഷയം. ഇവിടെ പണപ്പിരിവ് നടന്നു എന്നുള്ളതാണ് നിങ്ങളടക്കം ഉയർത്തിയ വിഷയം. അതിൽ കാര്യമില്ല എന്ന് ക്രൈംബ്രാഞ്ച് പറഞ്ഞു വെക്കുകയല്ലേ? അല്ല, അത് ക്രൈംബ്രാഞ്ച് ക്ലീൻ ചിറ്റ് കൊടുക്കുന്നതിന്റെ രാഷ്ട്രീയമൊക്കെ നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. ഇവിടുത്തെ പ്രശ്നം എന്താ അറിയോ? ഇതിൽ ഒരൊറ്റ കാര്യം, 2 മുതിർന്ന മന്ത്രിമാർ, എക്സൈസ് മന്ത്രിയും പറയുന്നു, ടൂറിസം മന്ത്രിയും പറയുന്നു, ഒരാലോചനയും നടന്നിട്ടില്ല. പക്ഷെ 6 മാസത്തിനുള്ളിൽ തന്നെ 3 സുപ്രധാനമായ യോഗങ്ങളാണ് ചീഫ് അതാണ് അങ്ങ് പറഞ്ഞു വെക്കുന്നത്.